സുമേഷേ, ആന്റി കാണുന്നില്ലേ? കാണുന്നില്ലേ? ഇല്ല, തലവേദനയാണ്, കിടക്കാൻ പോകുന്നൊക്കെയല്ലേ ആന്റി പറഞ്ഞത്. 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ ആന്റി പറഞ്ഞത്. ഇപ്പൊ ചെന്നപ്പോ ആന്റി റൂമിലില്ല. അവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ അമ്മ എവിടെ പോവാനാ? ഒരിടത്തും ഇല്ല സുമേഷേ, വീട് മുഴുവൻ ഞാൻ നോക്കി. ആന്റി പോയി. എവിടെ പോവാൻ? മനസ്സിലായില്ലേ? 1 മണിക്കൂർ വൈകുമെന്ന് അമൃത പറഞ്ഞെന്ന് ആന്റി പറഞ്ഞത് നുണയായിരുന്നു. നമ്മൾ ഒഴിവാക്കാൻ ആന്റി പറഞ്ഞതാ. ആന്റി പറഞ്ഞത് വിശ്വസിച്ച് നമ്മളിരുന്നു. ആ നേരത്ത് അവരിടുന്ന സ്ഥലവും വിട്ടു. എവിടെ പോയിട്ടുണ്ടാവും? ഇനി എന്താ സംശയം? അമൃതയെ കാണാൻ പോയത് തന്നെ. അവൾ ആ സ്വർണ്ണ ആന്റിയെ ഏൽപ്പിക്കും. ഏൽപ്പിക്കട്ടെ, അമ്മ ഏതെങ്കിലും കൊണ്ടുവരുമല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നെങ്കിൽ നമ്മളെ പറ്റിച്ച് ഒറ്റയ്ക്ക് പോവായിരുന്നോ? ആന്റി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സുമേഷേ, ഇനിയും എന്നെ ചതിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ എന്റെ തനി സ്വഭാവം കാണും. കേട്ടല്ലോ? വിളിക്ക്, ഇപ്പൊ ആന്റിയെ വിളിക്ക്. എന്തുറ്റി? കട്ട് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്? ഇപ്പൊ അവര് കളിക്കുന്നത് തീക്കളിയാ. ഒരൊറ്റ ഒരെണ്ണത്തിന് വിടില്ല ഞാൻ. എന്റെ 60 പവൻ ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ അവരെ. അതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഞാൻ അങ്ങ് സഹിക്കും. ഭഗവാനെ, അമ്മ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഈ ജീവിതം ഇങ്ങനെ അങ്ങ് തീരെയുള്ളൂ. അംബിക നേരത്തെ നല്ല കാര്യത്തിന് വരുമ്പോ വൈകരുതെന്നാണല്ലോ പ്രമാണം. ഇവിടെ നിന്നാ മതിയോ? മതി മതി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അംബികെ. ഇതോടെ എല്ലാ പ്രശ്നവും തീർന്നിരിക്കണം. സ്വർണത്തിന്റെ പേരിൽ ഇനി ഒരു സംസാരം ഉണ്ടാവരുത്. അത് ഞാൻ വാക്ക് പറഞ്ഞല്ലേ. പിന്നെ എനിക്കും 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്, ഈ കാര്യം ഒരിക്കലും 4മതൊരാൾ അറിയരുത്. രണ്ടാമത്തെ കാര്യം, അഖില കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോ അവൾക്കവിടെ ഒരു പ്രയാസം ഉണ്ടാവരുത്. അതെന്ത് വർത്തമാനാ അമൃതേ? അവക്ക് എന്ത് പ്രയാസം ഉണ്ടാവാനാ? അവളെ ഞാൻ രാജകുമാരിയെ പോലെ നോക്കില്ലേ? മോളെ, അതങ്ങോട്ട് കൊടുക്ക്. പറഞ്ഞ പോലെ എഗ്രിമെന്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അംബിക ഒപ്പിട്ട് തരണം. അതൊക്കെ ചെയ്യാം. അതിനു മുൻപ് സ്വർണം മുഴുവനും ഉണ്ടോന്ന് നോക്കട്ടെ. അംബികയ്ക്ക് അതിൽ പോലും വിശ്വാസമില്ലേ? അതല്ല, കാശിന്റെ സ്വർണത്തിന്റെയും കാര്യം വരുമ്പോഴേ ആരും വിശ്വസിക്കരുതെന്നാ പ്രമാണം. നോക്കട്ടെ. എന്റെ സ്വർണം! അയ്യോ ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ ഓടി വാ, അവരെ പിടിക്ക്. ആരാത്? എനിക്കറിയില്ല മോളെ. എന്താ ഇപ്പൊ ചെയ്യാ? പോലീസിനെ വിളിച്ചാലോ? പോലീസ്? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അബി എന്താ ഇവിടെ? എന്താ സംഭവം? അത് അംബിക മാമിയെ കാണാൻ വന്നതാ. അപ്പോ അഭിമന്യു, മക്കളോട് പറയരുത്. അംബികയ്ക്ക് 60 പവൻ സ്വർണം കൊടുക്കാന്ന് ഞങ്ങളെ ഏറ്റതാ. അയ്യോ, അഖിലയുടെ നന്മ കരുതി ചെയ്തതാ. പക്ഷേ
രണ്ടുപേര് ബൈക്കിൽ വന്ന് സ്വർണമായിട്ട് പോയി കളഞ്ഞു. അവന്യൂ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അതൊക്കെ വലിയ പുലിവാലാവും. എന്തിനാണ് ഇത്രയും സ്വർണ്ണമായിട്ട് നിങ്ങളിവിടെ വന്നതെന്ന് ഒരു വലിയ ചോദ്യം കാണും. ഏതായാലും നിങ്ങൾ വണ്ടി കയറ്, നമുക്ക് പോവാം. ആ കയറ്. പോയിട്ട് വേറൊരു അത്യാവശ്യമുണ്ട്. മാമി ആ അവർ നിങ്ങളുടെ കൂടെയാണോ വന്നത്? ആണോ? അല്ല. ആ പിന്നെന്താ, അവരൊറ്റയ്ക്കല്ലേ വന്നത്, ഒറ്റയ്ക്ക് പൊക്കോളൂ. നിങ്ങൾ കയറ് കയറ് അങ്ങളെ കയറ്. ആ ശ്ശോ. നിർത്ത് നിർത്ത് നിർത്ത്. ശ്ശേ. അയ്യോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.